പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനിയും അതുപോലെ തന്നെ രേവതിയും കൂടെ നയന പുറത്തേക്ക് വരുമ്പോൾ രേവതിയാണ് ആദ്യം പറയുന്നത് ഭക്തിമാർഗത്തിലൂടെ എല്ലാവരെയും കയ്യിലെടുക്കാന്ന്. അപ്പോൾ അതുപോലെ പിന്നീട് ദേവയാനിയും പറയുന്നുണ്ടായിരുന്നു ഭക്തിമാർഗത്തിലൂടെ ഈ വീട്ടിലെ ആണുങ്ങളെ എല്ലാവരെയും ഇവള് കയ്യിലെടുത്ത് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നയന പറയും, അമ്മയ്ക്ക് സുഖമില്ലാത്തതല്ലേ, എനിക്ക് വഴക്കിനൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് നയന അവിടെ നിന്ന് അങ്ങ് പോവും. ആ സമയത്ത് അനാമിക പറയുന്നുണ്ടായിരുന്നു, ചില സമയത്ത് അവളുടെ വർത്താനം കേട്ടാൽ തേനൊലിക്കും എന്ന് പറയാണ്. പിന്നീട് ദേവയാനി അനാമികയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കാര്യമൊക്കെ മോള് നോക്കണം, അവരും കൂടെ മോളെ സ്നേഹിച്ച് തുടങ്ങിയാൽ പിന്നെ ഒന്നും പേടിക്കേണ്ട, അവർ അച്ഛനും അമ്മയും കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിലെ ഏറ്റവും തലയെടുപ്പുള്ളത് എനിക്ക് തന്നെയാണ്, ഇങ്ങനെ മോളുടെ വല്യച്ഛന് പോലും ഇല്ല എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ഇനി മോൾക്ക് ആരെതിരായിട്ട് നിന്നാലും മോളുടെ കൂടെ ഞാൻ എന്നും കാണും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് 41 ദിവസം വ്രതം കഴിഞ്ഞ് എല്ലാവരും തിരിച്ചെത്തുന്ന സമയത്ത് ആദർശവും നയനയും അകന്നിരിക്കണം എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേവയാനി അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ രേവതി അനാമികയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ നമുക്ക് സ്വത്തും പണമൊന്നും വേണ്ട, അവരൊക്കെ ഇങ്ങനെ ഭവ്യത കാണിച്ച് സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്, പക്ഷേ നമുക്കതൊന്നും വേണ്ട, നമ്മളെ സ്നേഹിക്കുന്നവരുടെ സ്നേഹം മാത്രം മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അനാമിക ശരി അമ്മയെന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. 41 ദിവസത്തെ വ്രതം കഴിഞ്ഞ് ഇങ്ങനെ മല ചവിട്ടി ആണുങ്ങളൊക്കെ തിരിച്ചെത്തുന്ന സമയത്ത് ആദർശ് നയനി അകന്നിരിക്കണം എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുമ്പോഴും അനാമികയ്ക്കും ഒക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഈ വീട്ടിലെല്ലാവരും എതിരായിട്ട് നിന്നാലും മോൾക്കൊപ്പം ഞാൻ ഉണ്ടാവുമെന്നും കൂടെ ദേവയാനി പറഞ്ഞിട്ടുണ്ടല്ലോ, അതും ഒരു ഭയങ്കര സന്തോഷമാവുന്നുണ്ട് അനാമികയ്ക്കും അമ്മയ്ക്കും ഒക്കെ. പിന്നീട് ഗോവിന്ദനൊക്കെയാണ് കാണിക്കുന്നത്. ക്രിസ്മസിനും ന്യൂ ഇയറിനൊക്കെ പ്രതിമകളുടെ ഒരുപാട് ഓഫർ വന്നിട്ടുണ്ട്, അപ്പം നയനമോള് സഹായിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നന്ദു പറയും, അത് വേണ്ട അച്ഛാ, ഞാനും അമ്മയൊക്കെ സഹായിച്ചോളാം, ചേച്ചിയുടെ അത്രയും ഇതൊന്നും അറിയില്ലെങ്കിലും അച്ഛൻ പറഞ്ഞു തന്നാൽ മതി, അതുപോലെയൊക്കെ ഞങ്ങൾ ചെയ്തോളാം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് അവിടെ ഒരു കാറ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ നവ്യയാണ് ആദ്യം പുറത്തിറങ്ങുന്നത്. അപ്പോഴന്നെ കനയ്ക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ വന്നതെന്നുള്ള ഒരു പേടിയൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അഭിയും ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നന്ദു പറയും, അവരുടെ മുഖം കണ്ടിട്ട് അങ്ങനെ പ്രശ്നമുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല എന്ന് പറയും. പിന്നീട് രണ്ടുപേരും അകത്തേക്ക് അങ്ങ് കയറി ചെല്ലുന്നുണ്ടായിരുന്നു. നവ്യാണെങ്കിൽ ഓടി ചെന്ന് നന്ദുവിനൊക്കെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ കനയ്ക്കൊക്കെ ആണെങ്കിലും ആകെ ഒരു അത്ഭുതമാണ് കേട്ടോ, അവരിതുവരെ രണ്ടുപേരും ഒരുമിച്ച് വന്നിട്ടില്ലല്ലോ. അപ്പോൾ ആ ഒരു സംശയം ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഭർത്താവ് മാലയിട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒന്ന് മാറിയിട്ടുണ്ട്, എന്നെ സ്നേഹിക്കണം എന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. പിന്നീട് ഇങ്ങനെ അവർക്ക് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അബിയുടെ കയ്യിലായിരുന്നു, അതൊക്കെ കൊടുക്കാനായിട്ട് നവ്യ പറയുമ്പോൾ അതൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കും വലിയ സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരുന്നത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരെയും കണ്ട് പെട്ടെന്ന് തിരിച്ചു പോകാൻ വന്നതല്ല, ഉച്ചയൂണൊക്കെ കഴിച്ചിട്ടേ പോകുന്നുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ കനക പറയും, എന്താ നവ്യ ഇത്, എന്നാൽ കുറച്ച് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു, അമ്മ വല്ലതൊക്കെ ഒരുക്കി വെക്കായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, ഇവനെ അങ്ങ് പൂർണ്ണമായിട്ട് വിശ്വസിക്കാറൊന്നും ആയിട്ടില്ല, ഇവൻ അങ്ങനെ പറഞ്ഞെങ്കിലും ചിലപ്പോൾ അമ്മയുടെ വാക്ക് കേട്ട് രാവിലെ അത് മാറ്റി പറഞ്ഞാലോ, പിന്നെ നിങ്ങൾക്കൊക്കെ വിഷമാവില്ല എന്ന് വിചാരിച്ചിട്ടാണ്, പിന്നെ നമ്മളിങ്ങോട്ട് വരുന്ന കാര്യം പറയണ്ടെന്ന് പറഞ്ഞത് ഇവൻ തന്നെയാണ്, നിങ്ങൾക്കൊരു സർപ്രൈസ് ഒക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു എന്നൊക്കെ പറയാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരുക്കാൻ നന്ദു വാന്ന് പറഞ്ഞിട്ട് കനക വിളിക്കുന്ന സമയത്താണെങ്കിലും ഞാനും കൂടെ വരാം, ഞാനും എന്തെങ്കിലുമൊക്കെ സഹായിക്കാമെന്ന് പറയുമ്പോൾ അഭി ചോദിക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ നിനക്ക് എന്ത് സഹായിക്കാൻ അറിയാമെന്നൊക്കെ ചോദിക്കട്ടോ. എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ സഹായിക്കാൻ എനിക്കറിയാം, പച്ചക്കറി അരിഞ്ഞെങ്കിലും കൊടുക്കാമല്ലോ എന്നൊക്കെ പറയാനുണ്ട്. അപ്പോൾ നീ നിൻ്റെ അനിയത്തിനെ പോലും സഹായിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴാണ്, എന്നാലും ഞാൻ ചെറുതായിട്ടൊക്കെ ഓരോന്ന് പഠിച്ചു വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഗോവിന്ദനും അബിയും കൂടെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള പൊരുത്തക്കേട് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, എന്തായാലും ആദർശ് നയനിന്ന് യാത്ര പോകാനിരുന്നത് മുടങ്ങിയപ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു, ഇപ്പം അതങ്ങ് മാറി കിട്ടി എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ഗോവിന്ദനാണെങ്കിലും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു, നവ്യയുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ട്, ഈ സമയത്തല്ലേ മോൻ്റെ സ്നേഹം അവൾക്ക് കിട്ടേണ്ടതെന്നൊക്കെ പറയുമ്പോൾ അതിപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നൊക്കെ അബിയും പറയാണ് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ അച്ഛൻ്റെ മോൾക്ക് നല്ലൊരു ഭർത്താവും ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് നല്ലൊരു അച്ഛനാവാനുമാണ് എൻ്റെ തീരുമാനം എന്നൊക്കെ ഇങ്ങനെ അബി പറയാനുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഗോവിന്ദനും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പിന്നീട് അനാമികയാണെങ്കിലും മുത്തശ്ശിൻ്റെ കയ്യിൽ ഇങ്ങനെ മരുന്നൊക്കെ ഇട്ട് ഇങ്ങനെ തടവി കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് ഇങ്ങനെ രേവതി ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശീനെയൊക്കെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, മോള് ആദ്യമായിട്ട് ഈ വീട്ടിൽ വന്ന സമയത്തും ഇങ്ങനെ മോൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് മുത്തശ്ശീനെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, മോള് നല്ല കുട്ടിയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യും കേട്ടോ.
അപ്പോൾ അതേ അതേന്ന് ഇങ്ങനെ മുത്തശ്ശനും ഒരു ആക്കിയ പോലുള്ള ഒരു പറച്ചിലാണ് കേട്ടോ. മുത്തശ്ശനാണെങ്കിലും അനാമികയുടെ സ്വഭാവം നന്നായിട്ട് പിടി കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഉള്ളിൽ വെച്ചിട്ട് അതേ അതേന്ന് ഇങ്ങനെ പറയുന്ന പോലെ തോന്നി. പിന്നീട് ഇങ്ങനെ രേവതി ഓരോ കാര്യങ്ങൾ പറയുകയാണ്. ഇന്നിപ്പോൾ പായസം കുടിച്ച് അവരുടെ വയറൊക്കെ കേടായല്ലോ, അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെ വിശ്വസിച്ചൊന്നും കഴിക്കാൻ പറ്റാതെയായി, അതിൻ്റെ ഒരു പേടി ഞങ്ങൾക്കുണ്ട്. മോളുടെ അച്ഛനും കൂടെ വന്നപ്പോഴാണല്ലോ ഇങ്ങനൊരു സംഭവം ഇവിടെ നടന്നത്, അതുകൊണ്ട് ഇങ്ങനെ ഭയങ്കര പേടിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. എല്ലാവരും കൂടെ ഒരു വീട്ടിൽ ഇങ്ങനെ താമസിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മളും കാലത്തിനനുസരിച്ച് മാറി ചിന്തിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എല്ലാവരും സെപ്പറേറ്റ് ആവുന്നത് തന്നെയാണ് നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുത്തശ്ശന് അത് ഇഷ്ടാവുന്നില്ല. അപ്പോൾ രേവതി ഇങ്ങനെ ആരെയെ കുറ്റപ്പെടുത്തുന്ന പോലെ പറയുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടായിരുന്നു, രേവതി ആരിലേക്കാണ് കൈ ചൂണ്ടുന്നതെന്നൊക്കെ ചോദിക്കട്ടെ. അപ്പം അങ്ങനെ ആരുടെയും പേരെടുത്ത് പറയുന്നൊന്നുമില്ല. അപ്പം എന്തായാലും ഇവിടുന്ന് ഇങ്ങനെ മോളും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പറയുന്ന സമയത്ത് മോൾക്കൊരു കൂട്ടായിട്ടാണ് ഞാൻ വന്നു നിന്നത്. ഇനിയിപ്പോൾ ഞങ്ങൾക്കും ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാനും പേടിയാണ്. മോളുടെ ജീവിതം ഇവിടെ വല്ലാതെ റിസ്ക്കിലാണെന്നാണ് മോളുടെ അച്ഛൻ നേരത്തെ വിളിച്ചപ്പോഴും പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അങ്ങനെയാണെങ്കിൽ മോളെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ രേവതിക്ക് ഇങ്ങനെ വീട്ടിൽ പോയിട്ട് നിൽക്കാം, അതിനിവിടെ ആരും തടസ്സം പറയില്ല എന്നൊക്കെ പറയാണ്. പക്ഷേ അനിയുടെ പൂർണ്ണ സമ്മതം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു ചിന്ത വന്നപ്പോഴാണല്ലോ ഞങ്ങളിങ്ങനെ ഭാഗം വയ്ക്കാനും തീരുമാനിച്ചത്. ഇങ്ങനെ കൊച്ചുമക്കളോടൊക്കെ ആഗ്രഹം പറഞ്ഞ് ഇങ്ങനെ എഴുതിയിടാനും പറഞ്ഞത്. അന്നിങ്ങനെ എല്ലാവരും ആഗ്രഹം എഴുതിയിട്ടുകൊണ്ട് എല്ലാവരുടെയും മനസ്സിലിരിപ്പ് അറിയാൻ പറ്റി. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇങ്ങനെ തീരുമാനം എടുത്തത് എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് മാറി താമസിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു രേവതി. അപ്പോൾ മുത്തശ്ശനാണെങ്കിലും അതങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു മുത്തശ്ശൻ, ഈ തറവാടിനൊരു പാരമ്പര്യമുണ്ട്, കല്യാണം കഴിച്ചു വന്ന ഇങ്ങനെ പെൺകുട്ടികൾ ഇങ്ങനെ ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കണം എന്നുള്ളത്. ഇപ്പോൾ കാലമൊക്കെ മാറി, അങ്ങനെയല്ലെങ്കിലും ഇനിയിപ്പോൾ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ജീവിക്കാം എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് മുത്തശ്ശിയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു. മുത്തശ്ശിയാണെങ്കിലും കല്യാണം കഴിച്ച് കൊണ്ടുവന്ന സമയത്തൊന്നും അങ്ങനെ വീട്ടിലേക്ക് പോകാറില്ലായിരുന്നു. പ്രസവ സമയത്താണ് ഒന്ന് മാറി നിന്നത്. എന്നാലും ഇങ്ങനെ എനിക്കും ഇങ്ങനെ ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കാണാതിരുന്നാൽ ഭയങ്കര വിഷമമാണ്, ഇയാൾക്കും അങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പം എന്തായാലും മോളെ വിളിച്ചുകൊണ്ട് രേവതി പോവുകയാണെങ്കിലും അനിയുടെ പൂർണ്ണ സമ്മതം വേണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു, അനി ഒരിക്കലും അതിന് സമ്മതിക്കില്ല, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അനി എന്നെ കാണാൻ പോലും വരില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യും കേട്ടോ. അപ്പം എന്തായാലും പിന്നീട് ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, സ്വത്തൊക്കെ അവരവർക്കുള്ളത് ഭാഗം വെച്ച് തരാൻ ഞങ്ങൾ തയ്യാറാണ്, പക്ഷേ ഇങ്ങനെ കേരളത്തിനകത്തും പുറത്തും ഒക്കെ ഉള്ള ജ്വല്ലറിയുടെ മേൽനോട്ടം ആദർശിനായിരിക്കും എന്ന് പറയും കേട്ടോ. ആദർശിനെ ആയിരിക്കും MD എന്നിങ്ങനെ പറയുകയും ചെയ്യും കേട്ടോ. പിന്നെ അവർ നിങ്ങൾക്ക് എന്താണോ തരാൻ തീരുമാനിച്ചിരിക്കുന്നത് അത് മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ രേവതി പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളുടെ പേടി കൊണ്ട് പറഞ്ഞു പോയതാണ് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. എന്നിട്ട് അവിടുന്ന് അങ്ങ് പോവുകയും ചെയ്യും. അപ്പോൾ അനാമികയും പറയും, അച്ഛനും അമ്മയ്ക്കൊക്കെ നല്ല പേടിയുണ്ട്, അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ സംസാരിച്ചതെന്ന് പറയും. അപ്പോൾ മുത്തശ്ശന് രേവതിയും അനാമികയും പോയി കഴിയുമ്പോൾ ഭയങ്കര സംശയമാണ് കേട്ടോ. അവരെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, അവർ നല്ല ഉദ്ദേശത്തോടു കൂടിയാണോ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മുത്തശ്ശി പറയും, അങ്ങനെ അവർക്ക് ഒറ്റ മോളല്ലേ ഉള്ളൂ, അപ്പോൾ അതിൻ്റെ ഒരു വിഷമം കൊണ്ട് പറഞ്ഞതാവും, അല്ലാതെ എനിക്കൊന്നും തോന്നിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. പിന്നീട് ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, നമുക്ക് രണ്ടുപേർക്കും വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരു മരുമകളെ ഈ വീട്ടിലുള്ളൂ, അത് നൈനമോളാണ്. നവിയും കുറച്ച് മെച്ചപ്പെട്ട് വരുന്നുണ്ട്, പക്ഷേ ഈ കുട്ടി ഇങ്ങനെ ഒറ്റ മകളായതുകൊണ്ട് ഇങ്ങനെ അച്ഛൻ്റെ അമ്മയുടെ ലാളന കൂടിയത് കൊണ്ടും കുറച്ച് വഷളായി പോയോ എന്നുള്ളൊരു സംശയം ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സംശയം പിന്നീട് മുത്തശ്ശിക്കും ഉണ്ടാവുന്നുണ്ട്. പിന്നീട് മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അനിയുടെയും അനാമികയുടെയും ജീവിതം അത്ര നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നതെന്ന് ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ അവൻ ആഗ്രഹിച്ചത് നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റിയില്ലല്ലോ, നമ്മൾ വൈകിയല്ലേ അത് അറിഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയും, അന്ന് ആ കുട്ടീനെ ആലോചിച്ചിരുന്നെങ്കിൽ ഇവിടെ ഒരു യുദ്ധം തന്നെ നടന്നേനെ എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയും, ഒരു യുദ്ധം നടന്നാലും കുഴപ്പമില്ലായിരുന്നു, കൊച്ചുമക്കളെ സന്തോഷത്തോടെ ജീവിക്കുന്നത് നമുക്ക് പിന്നെ കാണാമായിരുന്നല്ലോ, അവർക്ക് ആഗ്രഹിച്ചത് കിട്ടിയാലേ എന്നൊക്കെ പറയൂ കേട്ടോ. പിന്നീട് അനാമികയുടെയും അമ്മയുടെയും സംസാരം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ആദർശനാണ് എല്ലാത്തിൻ്റെയും മേൽനോട്ടം എന്ന് പറഞ്ഞത് അവർക്കും അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ആദ്യം നമുക്ക് അവളുടെ വയറ്റിലെ കുഞ്ഞിനെ കളയാം, എന്നിട്ട് അടുത്തത് നോക്കാമെന്ന് അനാമിക പറയുമ്പോഴേക്കും ജലജി അവിടേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, എൻ്റെ മകനെ ഇന്നലെ വരെ അവൻ്റെ ഭാര്യയെ കണ്ടുകൂടായിരുന്നു, ഇന്നിപ്പോൾ അവളെ വിളിച്ചുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. എന്തായാലും ആ രണ്ടുപേർക്കും ഇങ്ങനെ നവിക്കും നൈനയ്ക്കും ഒക്കെ ഇങ്ങനെ ആണുങ്ങളെ കയ്യിലെടുക്കാം എന്തോ ഒരു ഇതുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ അവളെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോവില്ലല്ലോ
എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പം അനാമിക പറയുന്നുണ്ടായിരുന്നു അവളുടെ വീട്ടിലേക്കാണ് പോയത്, നേരത്തെ പുറത്തേക്ക് പോകുന്ന അറിഞ്ഞു, പക്ഷെ അവളുടെ വീട്ടിലേക്കാണെന്ന് പോയതെന്ന് അറിഞ്ഞില്ല എന്നൊക്കെ പറയട്ടോ. അപ്പം മുത്തശ്ശിനോട് രേവതി സംസാരിച്ച കാര്യമൊക്കെ ജലജേനോട് പറയാറുണ്ട്. അപ്പം എല്ലാത്തിൻ്റെ മേൽനോട്ടം ആദർശനായിരിക്കും എന്ന് പറയുമ്പോൾ ജലജയ്ക്ക് അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല, അതങ്ങനെ വരുള്ളൂ എന്ന് എനിക്കറിയാലോ എന്നൊക്കെ ഇങ്ങനെ ജലജയും പറയാണ്. പിന്നീട് ഇങ്ങനെ അനാമികയോട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഈ വീട്ടിലെ പുറമ്പോക്കാണ് അല്ലെങ്കിലും, പക്ഷെ മോളുടെ കാര്യം അങ്ങനെയല്ല, മോളിങ്ങനെ എടുപ്പത് സ്വർണം കൊണ്ടല്ലേ ഇവിടേക്ക് വന്നത്, അതുകൊണ്ട് മോളുടെ കാൽച്ചോട്ടിലെ മണ്ണ് ഒലിച്ചു പോവാതെ മോള് നോക്കിക്കോ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും ചൂട് പിടിപ്പിച്ചിട്ട് ജലജ അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അപ്പം അനാമിക പറയുന്നുണ്ടായിരുന്നു അവർ പറഞ്ഞതിലും കാര്യമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പം എന്തായാലും പിന്നീട് ഇങ്ങനെ ആദ്യം അവളുടെ വയറ്റിലെ കുഞ്ഞിനെ കളഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം എന്നൊക്കെ പറയാണ്. അപ്പോൾ രേവതി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇവിടെ മറ്റുള്ളവരെല്ലാവരും ഇങ്ങനെ സ്നേഹിക്കുന്ന സമയത്ത് മോളും അനിയാണ് ഇങ്ങനെ അകന്ന് നിൽക്കുന്നത്, അതുകൊണ്ട് ചിലപ്പോൾ നീയായിരിക്കും ഇവിടുന്ന് പുറത്തു പോകാൻ പോണേന്ന് പറയുമ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു, ഞാൻ അങ്ങനെ പുറത്തു പോവുകയാണെങ്കിലും നമുക്ക് ജീവിക്കാനുള്ളതും കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ, അതിനുള്ള മിടുക്കൊക്കെ എനിക്കുണ്ട്, എന്നെക്കാളും കൂടുതൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ട് എന്നിങ്ങനെ പറയൂ കേട്ടോ. ജലജയാണെങ്കിലും സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ദേവയാനിയാണെങ്കിലും ഇങ്ങനെ നയനയിലേക്ക് ഇപ്പോൾ ഇങ്ങനെ അടുക്കാത്തതുകൊണ്ടാണ്, ആദർശാണെങ്കിലും അവളെ സ്നേഹിക്കാനായിട്ടും തുടങ്ങുന്നുണ്ട്, ഏട്ടത്തിക്ക് ഇങ്ങനെ മോന് കഴിഞ്ഞിട്ടേ വേറെ ആരും ഉള്ളൂ, അതുകൊണ്ട് ഇങ്ങനെ ആദർശ് നയനേനെ സ്നേഹിച്ച് തുടങ്ങിയാൽ ചിലപ്പോൾ നയനയുടെ അടുത്തേക്കും ഏട്ടത്തിക്ക് ചായ്വ് വരും എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ഇപ്പം 41 ദിവസം വ്രതം എടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എല്ലാവരെയും അവളൊരു സന്തോഷ വാർത്ത കേൾപ്പിച്ചതിനെ ചേച്ചിക്ക് പുറകെ അനിയത്തിയുടെ വയറ്റിൽ ഒരു കുഞ്ഞു കുരുത്തേനെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ജലജ അവിടെ നിന്ന് പോകുന്നത്. പിന്നീട് അബിക്ക് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ അബി ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത്ര കുറഞ്ഞ സമയം കൊണ്ട് ഒരു സദ്യ തന്നെ ഒരുക്കിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഗോവിന്ദനാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു, ഇന്ന് തന്നെ തിരിച്ചു പോകണമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അബി പറയും, ഇന്നത്തെ ദിവസം ഞാൻ ഇവൾക്ക് കൊടുത്തിരിക്കുകയാണ്, പക്ഷേ വൈകുന്നേരം ആകുമ്പോഴേക്കും വീട്ടിലെത്തണം എന്ന് പറയും കേട്ടോ. അപ്പോൾ ഞങ്ങൾ സിനിമയ്ക്ക് പോകുന്നുണ്ട്, നീ വരുന്നുണ്ടോ എന്നൊക്കെ നന്ദുവിനോട് ചോദിക്കുമ്പോൾ ഞാൻ വരുന്നില്ല എന്ന് നന്ദു പറയാണ് കേട്ടോ. പിന്നീട് അബി ആണെങ്കിലും നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചൊരു യാത്ര പോകണം എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ആദർശിന് അതിനും പോകാനിരുന്നാണല്ലോ, അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു, അതും മുടങ്ങി എന്നൊക്കെ ഇങ്ങനെ നവ്യ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് നമുക്ക് പോവാലോ, ഇനി നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോവാന്നൊക്കെ പറയാണ്. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ 2 തവണ അറ്റാക്ക് വന്നുകൊണ്ടാണ്, പണി മുടക്കിയോണ്ടാണ്, അല്ലെങ്കിൽ പിന്നെ ഞാനും കൂടെ നിങ്ങളുടെ കൂടെ വന്നേനെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അപ്പം മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു, ഒന്നും കൂടെ വരും, അതിലെന്തായാലും മൂക്കിൽ പഞ്ഞി വെക്കാം, ഒന്നിൽ 2 പഴിച്ചാൽ 3ാമത്തേൽ എന്നാണല്ലോ എന്നൊക്കെ ഞാൻ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് എന്തായാലും ഇന്നെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്, നാളെ ഇങ്ങനെ ഇന്ന് സന്തോഷത്തിൽ ആറാടല്ലേ, നാളെ കണ്ണീരിൽ ആറാടാം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അബിനോടാണെങ്കിലും ഇങ്ങനെ മലയ്ക്ക് പോയി വന്നിട്ട് വരാനൊക്കെ കനക പറയുന്നുണ്ടായിരുന്നു, അപ്പോഴാകുമ്പോൾ നോൺ വെജും കഴിക്കാമല്ലോ എന്നൊക്കെ പറയാനുണ്ട്. അപ്പോൾ മലയ്ക്ക് പോയി വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ വീട്ടിലെ 2 മരുമക്കളും ഒരുമിച്ചായിരിക്കും ഇങ്ങോട്ട് വരാൻ പോകുന്നത്, അപ്പോൾ ആ പരാതിയും കൂടെ ഞങ്ങൾ പരിഹരിച്ചേക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അബിയാണെങ്കിലും. അപ്പോൾ പിന്നീട് മലയ്ക്ക് പോയി വന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ആദർശേട്ടനും നൈനി യാത്ര പോകുന്ന സമയത്ത് നമുക്കും അവരുടെ കൂടെ പോവാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം മോൾക്ക് ഇങ്ങനെ ദൂരയാത്രയൊന്നും പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലെന്ന് ഗോവിന്ദൻ ചോദിക്കുമ്പോൾ 1 മാസം കൂടെ കഴിഞ്ഞാൽ പോവാലോ എന്നൊക്കെ ഇങ്ങനെ അബി പറയാട്ടോ, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. ഇനിയിപ്പോൾ അവരുടെ കൂടെയാണ് യാത്ര പോകുന്നെന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടെങ്കിലും പോകുന്നതിൽ വിരോധമൊന്നുമില്ല എന്ന് നവ്യം പറയുമ്പോൾ അതൊന്നും വേണ്ട മോളെ എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞാൽ മാത്രം പോയാൽ മതി എന്നൊക്കെ ഇങ്ങനെ കനക പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അവർ ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്, നീ കറികളൊക്കെ എടുത്ത് കഴിക്കുന്നത് നവ്യ പറയുമ്പോൾ അബി കഴിക്കാമെന്നും പറയുകയാണ് കേട്ടോ. പിന്നീട് നയനയാണെങ്കിലും ആദർശിനുള്ള ഫുഡും കൊണ്ട് ഓഫീസിലേക്ക് ചെന്നതാണ്. സ്വാമി ശരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ചെല്ലുന്നത്. ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ വന്നു, ഇങ്ങനെ കൃത്യസമയത്ത് സ്വാമിയല്ലേ കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഞാൻ അല്ലെങ്കിലും കൃത്യസമയത്ത് തന്നെയാണ് ഭക്ഷണം കഴിക്കാറുള്ളത്, നീ എടുത്ത് വെക്കുക, ഞാൻ കൈ കഴുകിയിട്ട് വരാമെന്ന് പറഞ്ഞ് കൈ കഴുകിയൊക്കെ വരികയാണ് കേട്ടോ. അപ്പോൾ ഭക്ഷണമൊക്കെ എടുത്തു കൊടുത്തിട്ട് നയനെ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കട്ടോ. അത് പിന്നെ പറയാനുണ്ടോ, ഇതിൽ തഴക്കവും പഴക്കവും വന്ന ആളല്ലേ ഇതുണ്ടാക്കിയിട്ടുള്ളത് എന്നൊക്കെ പറയാനുണ്ട്. അപ്പോൾ പിന്നീട് ആദർശ് പറയുന്നുണ്ടായിരുന്നു, നീ അമ്മയുടെ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, അമ്മയ്ക്ക് നല്ല ക്ഷീണം ഉണ്ടല്ലോ എന്നൊക്കെ പറയാണ്. ഞാൻ അമ്മയ്ക്കൊരു ABC ജ്യൂസ് അടിച്ചു കൊടുത്തു, പക്ഷേ അമ്മ അത് കുടിച്ചില്ല, നീ അടുത്ത് പിന്നെ എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നീ അടുത്ത് വരാതിരുന്നാൽ മതി എന്നാണ് അമ്മ പറഞ്ഞതെന്ന് പറയുമ്പോൾ അമ്മ അങ്ങനെയൊക്കെ പറയും, പക്ഷേ എന്നാലും നീ അമ്മയുടെ കാര്യമൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ അത് പിന്നെ ഞാൻ ശ്രദ്ധിക്കില്ലേ ആദർശേട്ടാ എന്നൊക്കെ പറയാണ് കേട്ടോ. പിന്നീട് ഞങ്ങളിപ്പം മലയ്ക്ക് പോകുന്നതന്നെ ഞാനും ഇളയച്ചനൊക്കെ മല ചവിട്ടുന്നത് ഇങ്ങനെ അമ്മ ഇങ്ങനെ മരുമോളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ്, അച്ഛനാണെങ്കിലും അതിന് ശയനപ്രദക്ഷിണൊക്കെ ചെയ്തല്ലോ എന്നൊക്കെ പറയാനുണ്ട്. അപ്പം എന്തായാലും മല ചവിട്ടി വരുമ്പോൾ നല്ലൊരു മാറ്റം ഉണ്ടാവണം. പിന്നെ അതുപോലെ തന്നെ മുത്തശ്ശൻ്റെ
അസുഖവും മാറണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പറയും കേട്ടോ, മുത്തശ്ശിയുടെയും വലിയൊരു ആഗ്രഹം അത് നടക്കണം എന്ന് പറയുമ്പോൾ നയന ചോദിക്കുന്നുണ്ടായിരുന്നു അത് ഏത് ആഗ്രഹമാണ് കേട്ടോ. അപ്പം നമുക്ക് ഒരു കുഞ്ഞെന്നുള്ളൊരു സ്വപ്നം അത് എന്ന് പറയുമ്പോൾ 41 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഹണിമൂൺ ട്രിപ്പ് ഒന്നുകൂടെ പൊടി തട്ടിയെടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നയന ഇങ്ങനെ നാണത്തോടുകൂടി ഇങ്ങനെ ആദർശിനെ നോക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ്.